ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് ഒരു വൺ ഡേ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ മണ്ടക്കാട് ദേവീ ക്ഷേത്രത്തിലേക്ക് ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തെ യാത്രയായിരുന്നു. ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ആദ്യം ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ കയറി. അവിടെ ബുധനാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് തൊഴുവാൻ പറ്റി. വീഡിയോ എടുക്കുന്നതൊന്നും അലൗഡ് അല്ലെന്ന് തോന്നുന്നെങ്കിലും ഞാൻ കുറച്ച് വീഡിയോ അവിടെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ആഴിമല ശിവക്ഷേത്രത്തിലെത്തി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശിവക്ഷേത്രം. എങ്കിലും എല്ലാവരും ഈ ശില്പം കാണുന്നതിനാണ് വളരെ പ്രാമുഖ്യം കൊടുക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെ മുൻപിൽ വന്നിന്ന് ഫോട്ടോ എടുക്കാനും അതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമാണ് എല്ലാവരും കാണിക്കുന്നത്. ഒരുപാട് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ബസ്സിൽ നിന്നൊക്കെ ടൂർ വന്നിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവരെല്ലാം വന്ന് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. നല്ല വലിയൊരു ശില്പമാണ് ശിവൻ്റെ. നല്ല രസമാണ് കാണാൻ. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ആഴിമല എന്ന സ്ഥലത്താണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടൽ തീരവുമുണ്ട്. ഇതുപോലെ നല്ല ബീച്ചാണ്. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വന്ന് ബീച്ചിലൊക്കെ ഒന്ന് നടക്കാനും അതുപോലെ ശിവക്ഷേത്രത്തിൽ കയറി തൊഴുത് പിന്നെ ആ ശില്പമൊക്കെ കണ്ടിട്ട് പോകാനൊക്കെ വളരെ നല്ല ഒരു സ്ഥലമാണ് ആഴിമല ശിവക്ഷേത്രം. പിന്നീട് ഞങ്ങൾ ഏകദേശം 11 മണിയോടുകൂടി മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലെത്തി. അവിടെ പുനരുദ്ധാരണ പ്രവൃത്തികളൊക്കെ നടക്കുകയാണ്. എങ്കിലും നമുക്ക് കയറി തൊഴുന്നതിനും പൊങ്കാല ഇടുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. പൊങ്കാല ഇടുന്നതാണ് അവിടെ പ്രധാനം. അന്നേരം ഞങ്ങൾ ആദ്യം ദേവീക്ഷേത്രത്തിൽ കയറി തൊഴുത് നന്നായിട്ട് നമുക്ക് തൊഴുവാൻ പറ്റും. അവിടെ നല്ല വലിയ ഒരു ശ്രീകോവിലാണ്. അന്നേരം നമുക്കെല്ലാം ദേവിയെ നന്നായിട്ട് കണ്ട് തൊഴാനൊക്കെ പറ്റും. പിന്നീട് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയാണത്. അവിടെ ഒന്നും നമ്മൾ വാങ്ങിക്കണ്ട, ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരികയേ വേണ്ട. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അരി, ശർക്കര, കലം, തവി, അടുപ്പാണെങ്കിൽ ശരിക്കും ഒരു ഹാള് നിറച്ച് അടുപ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവിടുത്തെ ദേവസ്വത്തിൻ്റെ വകയായിട്ട്. നമുക്ക് എത്ര ഇഷ്ടം. പൊതുവേ ആളൊന്ന് കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു. എല്ലാ അടുപ്പും കത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് അടുപ്പുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഞങ്ങളുടെ വണ്ടിയിൽ വന്നവരും മറ്റ് വണ്ടികളിൽ നിന്ന് ടൂറിസ്റ്റ് വന്നവരെല്ലാം പൊങ്കാല ഇടുന്നുണ്ട്. 1 മണിക്ക് അമ്പലം അടയ്ക്കും. അതിന് മുൻപ് എല്ലാവരും പൊങ്കാല ഇടാമെന്ന് കരുതി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നതിന് ശേഷം എല്ലാവരും പൊങ്കാല ഇടുകയാണ്. നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിലെ പോലെ തന്നെയാണ് മണ്ടപ്പുറ്റും ഇടാം, പൊങ്കാല ഇടാം. ആഗ്രഹ സാഫല്യത്തിന് ഓരോരോ കാര്യങ്ങൾ അതിന്. അല്ലെങ്കിലും മണ്ടക്കാട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പൊങ്കാല അമ്മയ്ക്ക് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ എല്ലാവരും പൊങ്കാല ഇടുക. ഒന്നും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, എല്ലാം ഇവിടെ കിട്ടും. അതിന് തൊട്ടടുത്ത് തന്നെ വെള്ളവും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. തേങ്ങ ഒന്നും തിരുമ്മി കൊണ്ടുവരണ്ട, നമുക്കിവിടെ തന്നെ തേങ്ങ തിരുമാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. ഇത് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോ എടുക്കുന്നതിന് എല്ലാവരും ചിരിക്കുകയാണ്. എൻ്റെ പൊങ്കാലയൊക്കെ തിളച്ചു. അങ്ങനെ ഞാൻ അതിന് എല്ലാം തേങ്ങയും ശർക്കരയൊക്കെ ഇടാനുള്ള ശ്രമത്തിലാണ്. അവിടെ പിച്ചാത്തി എല്ലാം ഉണ്ട്. നമുക്ക് പിച്ചാത്തിയൊക്കെ 1-2 പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി തേങ്ങ തിരുമാനൊക്കെ എല്ലാ ഇതുപോലെ സ്റ്റാൻഡ് ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ വെച്ച് പൊട്ടിച്ച് ഇതുപോലെ അങ്ങ് തിരുമാം. ഫ്രഷായിട്ട് തന്നെ എല്ലാം ഇടാൻ പറ്റും. പിന്നീട് പൊങ്കാല ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ അവിടെ കുംഭാഭിഷേകം എന്നൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതിങ്ങനെ വലിയ പന്തലൊക്കെ കെട്ടി ഒരുപാട് തിരുമേനിമാരൊക്കെ അവിടെ പൂജ നടക്കുകയാണ്. அன்னை ஸ்ரீ நமது இந்து சமய அறநிலைத்துறை கன்னியாகுமரி மாவட்ட திருக்கோவில் சுசீந்திரம் அருள்மிகு தேவி ஸ்ரீ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഭഗവതി അമ്മൻ തിരുക്കോവിലിലെ അതിനുശേഷം നമുക്ക് അവിടുത്തെ மிகவும் சீரோடும் சிறப்போடும் நடந்து வருகின்ற புனருத்வாரண சம்ரோக்ஷண மகா கும்பாபிஷேக விழாவினுடைய அங்கமாக மலையரங்கள் ஓங்க நற்றவம் வெளிமல்க மின்னுள் செய்வநீதி விளங்குக உலகமெல்லாம். നമുക്ക് അത്രയും മനോഹരമായ ചടങ്ങ് കാണാനും ദേവിയുടെ ആഗ്രഹം കൊണ്ട് നല്ല ഭാഗമായി
പേരോട് ചോദിച്ച് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ എടുക്കുന്നതിന് കുഴപ്പമില്ല എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് അത് നിങ്ങളെ കാണിക്കാൻ പറ്റും. കുംഭാഭിഷേകത്തിൻ്റെ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുകയാണ്. അതൊക്കെ കണ്ടു. അതിനുശേഷം തിരിച്ചു വന്ന് നമ്മൾ പൊങ്കാല എടുത്ത് കുറച്ച് നിവേദിച്ചതിന് ശേഷം വേണം നമ്മൾ കൊണ്ട് വീട്ടിലേക്ക് വരാൻ. അങ്ങനെ ഒരു ഇലയിൽ കുറച്ചെടുത്ത് വെച്ചാൽ മതി. ബാക്കി നമുക്ക് അവിടെയൊക്കെ കൊടുക്കാം, ബാക്കി വീട്ടിലും കൊണ്ടുവരാം. ഇതൊരു കൈ നോക്കുന്ന ആൾ അവിടെ വന്നിട്ട് ഞങ്ങളെ കുറേ നേരമായിട്ട് വിളിക്കുകയാണ്, കൈ നോക്കാമെന്ന്. ഞങ്ങൾ ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നതാണ്, കാറ്റ് കൊള്ളാൻ. അപ്പോഴും പുള്ളി ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് പിന്നെ കൈ നോക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് എന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് കൈ നോക്കാൻ ഇരുത്തിയേക്കുവാണ്. കുറച്ചൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ വീഡിയോ എടുത്തത് ശരിയായില്ല. ഇത് ഞാനല്ല വീഡിയോ എടുത്തത്, അവിടെ നിന്നൊരു കൊച്ചിൻ്റെ കൈ കൊടുത്തതാണ് വീഡിയോ എടുക്കാൻ. അവൾ ഇത് തിരിച്ച് പിടിച്ച് ഫോൺ, അതുകൊണ്ട് അത്രയ്ക്ക് നന്നായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ കാര്യങ്ങൾ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എല്ലാം ഒന്നും ശരിയൊന്നും അല്ല. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കൈ കാണിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ തത്ത ചീട്ടൊക്കെ എടുത്ത് അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേയൊക്കെ നമുക്ക് വിശ്വസിക്കാം, കുറച്ചൊന്നും എല്ലാം കൂടെ ചേർത്താന്നല്ലോ അവർ പറയുന്നത്. എന്തായാലും എൻ്റെ 50 രൂപ 100 രൂപ അത് അയാൾ പറഞ്ഞതെങ്കിലും 50 രൂപ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിൽ പിന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ, അതാണല്ലോ അവിടെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. കന്യാകുമാരിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ ടൂറിസ്റ്റ് ബസ്സിൽ വന്ന് മറിഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ കണ്ട് വന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനം കണ്ടത് കന്യാകുമാരിയിലാണ്. ഇത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്, ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് നടന്നു പോകുന്നതാണ്. ഇത് അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിവേകാനന്ദ പാറയും മറ്റേ തിരുവള്ളവരുടെ പ്രതിമയും കാണാൻ പറ്റും. ഇത് ഹാർബറാണ് അവിടുത്തെ. മത്സ്യത്തൊഴിലാളികളിരുന്ന് വലയൊക്കെ വൃത്തിയാക്കുന്ന ഹാർബറാണ്. ഇതിൻ്റെ തൊട്ട് മേൽവശത്താണ് നമ്മൾ അവിടെ പോകാനുള്ള വിവേകാനന്ദ പാറയിലേക്ക് കയറാനുള്ള ക്യൂവും അതിൻ്റെ ടോക്കൺ എടുക്കേണ്ട സ്ഥലം. പക്ഷെ ഞങ്ങൾ പോയില്ല. ഒരാൾക്ക് 300 രൂപയായിരുന്നു. അതുമല്ല 5 മണി വരെ നമുക്ക് അങ്ങോട്ട് പോകാൻ സമയം അനുവദിച്ചുള്ളൂ. ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ എന്തായാലും അത് കഴിയും, അതുകൊണ്ട് നമ്മളെ ക്ലോസ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോരുന്നു. ഇത് പിന്നെ എല്ലാവരും ബീച്ചിൽ നല്ല കുളിയുടെ വെള്ളം നല്ല തിര വരുന്നതിനനുസരിച്ച് ആൾക്കാർ കുളിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ അവിടെ ടൂറിസ്റ്റിൻ്റെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇറങ്ങി കടലിൻ്റെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങ് അവിടെ നമ്മുടെ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളവരുടെ പാറയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഗ്ലാസ് ബ്രിഡ്ജുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ അവിടെ പോകാനായിട്ട് തിരക്ക് കൂട്ടുന്നത്. ഞങ്ങളിവിടെ നിന്ന് അതൊക്കെ കണ്ടു. പിന്നീട് എല്ലാവരും അവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതുകൊണ്ട് എല്ലാവരും അതൊക്കെ കറങ്ങി നടന്ന് വാങ്ങിച്ചു. പിന്നെ ക്ഷേത്രം നമുക്ക് കുറച്ച് ഇതിലേക്കൂടെ കുറേ ദൂരം അങ്ങോട്ട് പോകണം. ആർക്കും കന്യാകുമാരി അമ്പലത്തിൽ പോകണമെന്ന് താല്പര്യമില്ല. പക്ഷേ ഞങ്ങളൊക്കെ പോയി. നല്ല മനോഹരിയായ ഒരു ദേവിയാണ്. ദേവിയെ കണ്ടാലും നമുക്ക് മതി വരത്തില്ല, അത്രയ്ക്ക് സുന്ദരിയാണ്. മൂക്കുത്തിയൊക്കെ ഇട്ട് ആ മൂക്കുത്തിയുടെ തിളക്കം ഭയങ്കര തിളക്കമുള്ളൊരു മൂക്കുത്തിയാണ് ദേവി ഇട്ടേക്കുന്നത്. അത് 20 രൂപ എൻട്രൻസ് പാസ് എടുത്ത് നമുക്ക് അമ്മയെ കാണാൻ പറ്റും. ഞങ്ങളുടെ കൂടെ വന്ന കുറേ ആൾക്കാരൊക്കെ വന്നു കേട്ടോ കാണാൻ. അമ്പലത്തിൽ കയറി കുറച്ച് പേരൊക്കെ ഇതുപോലെ കടലിൽ കുളിക്കുകയും കടലിൽ കിടന്ന് തകർക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവർക്ക് ഇതൊക്കെയായിരുന്നു ഇഷ്ടം. അങ്ങനെ കുറച്ച് പേര് വന്നുള്ളൂ. വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല അമ്പലത്തിൽ കയറാൻ. പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ഫോട്ടോ പോലും ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ക്യാമറ എല്ലാം അവർ ചെക്ക് ചെയ്യും, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നീട് എല്ലാവരും കടലിൽ ഇറങ്ങിയപ്പോൾ ഞാനും കടലിൽ ഇറങ്ങി കാലൊക്കെ നനച്ച് കുറച്ച് നേരം കടലിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുകയും ചെയ്തു. ആർക്കാ കടൽ ഇഷ്ടമല്ലാത്തതല്ലേ? എല്ലാവർക്കും കടൽ ഇഷ്ടമാണല്ലോ. കടലും തിരമാലകളും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. എത്ര നേരം നിന്നാലും നമുക്ക് മതിയാവത്തുമില്ല. അതുകൊണ്ട് ഞാനും അല്പനേരം അവിടെയൊക്കെ നടന്നു കടലിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു മണ്ടക്കാട് ട്രിപ്പ്. എല്ലായിടത്തും നമുക്ക് നന്നായിട്ട് ദർശനം കിട്ടുകയും എല്ലാ കാര്യങ്ങളും നടക്കുകയും എല്ലാ പൊങ്കാല ഇടാനും എല്ലാത്തിനും നമുക്ക് നന്നായിട്ട് പറ്റി. പിന്നെ പൈസ ഉള്ളവർക്ക് കുറച്ച് പൈസയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇഷ്ടം പോലെ ബാഗ് ഇതേപോലത്തെ ഡ്രസ്സ് എല്ലാത്തിനും വിലക്കുറവാണ്. പക്ഷേ വലിയ ക്വാളിറ്റി ഒന്നും നല്ലതല്ല. പിന്നെ വാങ്ങിക്കാം, അതിനനുസരിച്ചുള്ള വിലയുള്ളൂ. ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം.
അങ്ങനെ എൻ്റെ ഒരു മനോഹരമായ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് ഇന്നിട്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.